അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ്. അതിൽ പേജ് നമ്പർ 32 അതിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ്. ഒരു ക്വസ്റ്റ്യനാണ് ഐസോസിലസ് ട്രയാങ്കിൾസായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതിൽ നമുക്ക് ഒരു 4 ട്രയാങ്കിൾസ് ഐസോസിലസ് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അതിൽ ചില ആംഗിൾസും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ബാക്കി വരുന്ന ആംഗിൾസ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഐസോസിലസ് ട്രയാങ്കിൾ എന്താണ് എന്നൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, ഈ രണ്ട് സൈഡുകൾ ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് വരുന്ന ഈ രണ്ട് ആംഗിൾസ് ഉണ്ടല്ലോ, അതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് 30, ഇത് 30 അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. ഇങ്ങനെ എപ്പോഴും 30 ആവണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ബേസ് ആംഗിൾസ്, അതായത് ഏത് രണ്ട് ആ ഐസോസിലസ് ട്രയാങ്കിൾസിൻ്റെ അവിടെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഉണ്ടല്ലോ, അവരെപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതിനെയാണെങ്കിൽ ഇത്തരം ട്രയാങ്കിൾസുകളെയാണ് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾസ് എന്ന് പറയാം. അതായത് രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്ജസൻറ്റ് സൈഡുകൾ ഈക്വലായ ട്രയാങ്കിളുകളെ നമ്മൾ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾസ്. അങ്ങനെയാണെങ്കിൽ അവരുടെ അഡ്ജസൻറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യം എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3 ആംഗിൾസ് സം നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലെ ഓരോ പ്രോബ്ലംസും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ, ഈ ട്രയാങ്കിളിൽ നോക്കിയേ. ഈ ട്രയാങ്കിൾ ഇത് 30 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതുമാണ് ഇവിടുത്തെ ഐസോസിലസ് എന്ന് പറഞ്ഞാൽ സെയിം സൈഡുകൾ. അങ്ങനെയാണെങ്കിൽ ഇത് 30 ആണെങ്കിൽ ഇതെത്രയായിരിക്കും? ഇതും 30 ആയിരിക്കില്ലേ അല്ലേ? ഇപ്പം നമ്മളിതിന് പേര് കൊടുക്കുകയാണെങ്കിൽ ABC. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലമാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ നോക്കൂ, ആംഗിൾ BAC അവർ 30 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഐസോസിലസ് സൈഡാണ് ഇത്. അതപ്പോൾ ആംഗിൾ BCA എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ആംഗിൾ B എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ B ഈസ് ഈക്വൽ ടു എന്താണ്? ഈ രണ്ട് 30കൾ ആഡ് ചെയ്തിട്ട് ഈ 180 മൈനസ് ചെയ്താൽ പോരെ? കാരണം ഞാൻ പറഞ്ഞു 3 ആംഗിളും ആഡ് ചെയ്താൽ, ഈ 3 ആംഗിൾസും ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. അതിൽ 2 ആംഗിൾസ് ഇപ്പോൾ നമുക്ക് കിട്ടി. ഐസോസിലസ് ട്രയാങ്കിൾസിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഇത് 30 അവർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 ആംഗിൾ കിട്ടിയാൽ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കിട്ടാനായിട്ട് കിട്ടിയ 2 ആംഗിൾ ആഡ് ചെയ്തിട്ട് 180 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ B കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആംഗിൾ BAC അതുപോലെ ആംഗിൾ BCAയും ആഡ് ചെയ്യുക. അതായത് ഈ രണ്ട് 30 വരുന്ന ആംഗിൾസ് അവർ തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ആ ആൻസറിന് നമ്മൾ എന്ത് ചെയ്യണം? 180യിൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ? 180 മൈനസ് 30 പ്ലസ് 30 എത്രയാണ്? 60 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 60 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആംഗിൾ B എന്ത് കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ B ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ട്രയാങ്കിൾ നോക്കാം. സെക്കൻഡ് ട്രയാങ്കിളിന് ഞാൻ PQR എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇതിൽ ഐസോസിലസ് ആയിട്ടുള്ള സൈഡുകൾ ഇത് രണ്ടുമാണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ആംഗിൾ Pയും ആംഗിൾ Rഉം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആംഗിൾ P ഇസ് ഈക്വൽ ടു ആംഗിൾ R. കാരണം എന്താ? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ് അല്ലേ? അതുകൊണ്ട് ഇത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് 40 ആണല്ലോ ഈ അവർ തന്നിരിക്കുന്ന ആംഗിൾ. അത് 180 മൈനസ് ചെയ്യാം. അപ്പോൾ 180 മൈനസ് ആംഗിൾ Q ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 മൈനസ് എന്താണ് ആംഗിൾ Q? നമുക്കറിയാം 40 ഡിഗ്രി. അപ്പോൾ നമുക്ക് 140 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? ഈ 140 ഡിഗ്രീനെ പകുതി ആക്കി കൊടുത്താൽ പോരെ ഈ രണ്ട് ആംഗിളിന്? അതായത് 140 ഡിഗ്രിയുടെ പകുതി എന്ന് പറഞ്ഞാൽ ബൈ 2 ചെയ്യാം അല്ലേ?
ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ പി നമുക്ക് ഇവിടെയും 70 കൊടുക്കാം, ഇവിടെയും 70 കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ പി ഇസ് ഈക്വൽ ടു 70, ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 70. ഇത് ചെയ്ത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഐസോസിലസ് ആംഗിൾസ് നമുക്ക് തന്നിട്ടില്ല, പകരം 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം 3 ആംഗിളും കൂട്ടിയ 180 ആണ്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമ്മൾ ഈ 40നെ മൈനസ് ചെയ്യാം. ബാക്കിയുള്ളതല്ലേ ഇത് രണ്ടും കൂട്ടുമ്പോൾ കിട്ടുക. അപ്പോൾ ഇത് രണ്ടും ഈക്വലാന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഈ 40 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 180ന്ന് 40 മൈനസ് ചെയ്തപ്പോൾ 140 കിട്ടി. ഈ 140 എന്ന് പറയുന്നത് ഈ ആംഗിൾ പിയും ആംഗിൾ ആറും കൂടെ ആഡ് ചെയ്ത് കിട്ടേണ്ടതാണ് അല്ലേ? അവർ സെയിം ആണെന്ന് നമുക്കറിയാം, കാരണം എന്താ? ഐസോസിലസ് ട്രയാങ്കിൾസിൻ്റെ ബേസ് ആംഗിൾസ് സെയിം ആണ്. അപ്പോൾ അതിനെ നമുക്ക് പകുതിയാക്കി ഈ 2 ആംഗിളാക്കി കൊടുത്താൽ പോരെ? അപ്പോൾ നമുക്ക് 70 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് നമ്മുടെ തേർഡ് പ്രോബ്ലത്തിൽ നമ്മൾ എന്താ പറയുന്നത്? ഇതിന് ഞാൻ LMN എന്ന് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അതിൽ ആംഗിൾ M നമുക്ക് തന്നിട്ടുണ്ട് 100 ഡിഗ്രി എന്ന്. ഈ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ ഇതുമാണ് ഈക്വൽ സൈഡ്, ഇതുമാണ് ബേസ് ആംഗിൾസ്. ഓക്കെ, ഇവിടെ ആംഗിൾ എല്ലും ആംഗിൾ എമ്മുമാണ് ബേസ് ആംഗിൾസ്. ഓക്കെ, അവരെന്താണ്? അവർ ഈക്വൽ ആണ്. ഓക്കെ, ദേ ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ 100നെ 180ന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 180 മൈനസ് 100, അതായത് 180 മൈനസ് ഈ 100 എന്ന് പറയുന്നത് ആംഗിൾ എം ആണ് അല്ലേ? 180 മൈനസ് എം, 180 മൈനസ് 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 80 ഡിഗ്രി എന്ന് കിട്ടും. ഈ 80 ഡിഗ്രി എന്ന് പറയുന്നത് ആംഗിൾ എല്ലും ആംഗിൾ എന്നും കൂട്ടിയതാണ് അല്ലേ? ഞാൻ പറഞ്ഞു ബാക്കിയുള്ള 80 എന്ന് പറയുന്നത് ഈ 2 ആംഗിളിൻ്റെ സം ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ 2 ആംഗിളും ഈക്വലാന്ന് പറഞ്ഞിട്ടുമുണ്ട് അല്ലേ? അപ്പോൾ ഈക്വല എല്ലും എമ്മും ഈക്വലാന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇത് രണ്ടും കൂട്ടി 80 ആണെന്ന് കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആംഗിൾ എല്ലും അല്ലെങ്കിൽ ആംഗിൾ എന്നും കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അതായത് നമുക്ക് 40 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ എല്ലും ആംഗിൾ എന്നും എന്ത് കിട്ടും നമുക്ക്? 40 ഡിഗ്രി. അതായത് ഇവിടെയും 40 ഡിഗ്രി, ഇവിടെയും 40 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തേർഡ് ആൻസറും കിട്ടി. ഇനി അടുത്തത് നോക്കിയേ, ഇവിടെ 90 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമാണ് ഇവിടുത്തെ ഐസോസിലസ് ട്രയാങ്കിൾസ് അല്ലേ? സോറി, ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ആംഗിൾസ് ഇതും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതും ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഫോർത്ത് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ട്രയാങ്കിളിൻ്റെ ഇതിന് ഞാൻ പേര് കൊടുത്തിട്ടില്ല. എന്താ പേര് കൊടുക്കുക? നമുക്ക് പേര് XYZ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആംഗിൾ എക്സ് നമുക്ക് 90 തന്നിട്ടുണ്ട്. നമുക്കറിയാം ആംഗിൾ അങ്ങനെയാണെങ്കിൽ ഇതും എന്താണ്? ഈക്വലാണ് അല്ലേ? ആംഗിൾ സെഡും ആംഗിൾ വൈയും ഈക്വലാണ്, കാരണം ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അതായത് അടിയിൽ 2 വരുന്ന ഈ 2 ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മതി? 180 മൈനസ് ആംഗിൾ എക്സ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി കിട്ടും അല്ലേ നമുക്ക്? കാരണം എന്താ? 180 മൈനസ് ആംഗിൾ എക്സ് 90 അല്ലേ? അപ്പോൾ 180 മൈനസ് 90. ഇനി ഇത് രണ്ടും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന 90 ഇതും ഈ 90 എന്ന് പറയുന്നത് ഈ സെഡും ഈ വൈയും കൂടെ ആഡ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ആംഗിൾ സെഡ് പ്ലസ് ആംഗിൾ വൈ ആണ് ഈ 90 ഡിഗ്രി. അങ്ങനെ ആവുമ്പോൾ ഇവർ രണ്ടുപേരും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആംഗിൾ വൈയും ആംഗിൾ സെഡും. ഇതിൽ ഓരോന്നും കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 90/2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഓരോ ആംഗിളും എന്തായിരിക്കും? 45 ഡിഗ്രി വീതം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും സൈഡുകളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇത് ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ അത് ഒന്നും ചെയ്യാനില്ല. ബേസ് ആംഗിൾ എന്താണ്? 30 ഡിഗ്രി. മറ്റേത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് രണ്ടും ആഡ് ചെയ്ത് 180ന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 120 കിട്ടും. ഈ 2 കോൺസെപ്റ്റാണ് നമുക്കിതിന് വേണ്ടത്. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ് ഈക്വലാണ്, അതിൻ്റെ ബേസ് ആംഗിൾ ഈക്വലാണ്. പിന്നെ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും ആഡ് ചെയ്താൽ കിട്ടുന്നത് 180 ഡിഗ്രിയാണ്. ഈ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം എല്ലാം ചെയ്തത്. അതുപോലെ ഇതിൽ നമുക്ക് 40 മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ 180 ഈ 40 കുറച്ച് ബാക്കി കിട്ടുന്നതിനെ നമ്മൾ ബൈ 2 ചെയ്ത് രണ്ട് ആംഗിളിനും കൊടുത്തു, കാരണം ഇവർ ഈക്വലാണ്. ഇതും അങ്ങനെ തന്നെ 100 ഇവിടെ തന്നിട്ടുണ്ട്, ഇത് ബേസ് ആംഗിൾസ് അറിയില്ല. അപ്പോൾ നമ്മൾ 180ന്ന് 100 കുറച്ചു, അപ്പോൾ ബാക്കി 80 കിട്ടി. അതിനെ നമ്മൾ പകുതി പകുതിയാക്കി ഇവിടെ കൊടുത്തു, കാരണം അവർ ഈക്വലാണ്. അടുത്തതിൽ 90 ആണ്. അപ്പോൾ 180ന്ന് ഈ 90 കുറയ്ക്കുക, ബാക്കി 90നെ പകുതി പകുതിയാക്കി ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത് പേജ് നമ്പർ 35 വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വൺ ആംഗിൾ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 120 ഡിഗ്രി. വാട്ട് ആർ ദ അതർ ടു ആംഗിൾസ്? അതായത് ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 120 ഡിഗ്രി എന്ന്, മറ്റ് രണ്ട് ആംഗിളാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാം അല്ലേ. ഐസോസെലസ് ട്രയാങ്കിൾ പറഞ്ഞു, രണ്ട് സൈഡുകൾ നമ്മൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. ഈ രണ്ട് സൈഡ് നമുക്ക് ഈക്വലായിട്ട് വരയ്ക്കാം. പിന്നെ നമുക്ക് തേർഡ് സൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ ഈ രണ്ട് സൈഡുകൾ ഈക്വലാണ്. പേര് നമുക്ക് എ ബി സി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഐസോസെലസ് ട്രയാങ്കിളിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവർ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, അത് എത്രയാണ്, 120 ഡിഗ്രി. അത് ഇതാണ്. ഓക്കെ, ഈ ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്ന 120 ഡിഗ്രി. ഇത് സിമ്പിളാണ് അല്ലേ. നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ 180 കിട്ടും. അതിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി നമുക്ക് അറിഞ്ഞുകൂടാ, ആംഗിൾ എയും ബിയും ഒന്നും അറിയില്ല, അതങ്ങനെ തന്നെ പ്ലസ് ചെയ്യുക. പ്ലസ് ആംഗിൾ സിയുടെ അവിടെ നമുക്ക് 120 എന്ന് കൊടുക്കാം, ഈക്വൽ ടു 180 അല്ലേ. അടുത്ത എന്താ, ആംഗിൾ എയും ആംഗിൾ പ്ലസ് ആംഗിൾ ബിയും ഇവിടെ നിൽക്കട്ടെ, ഈ 120നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 180 മൈനസ് 120 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180ന്ന് 120 മൈനസ് ചെയ്താൽ എത്രയാണ്, 60 അല്ലേ, 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാരണം ഐസോസെലസ് ട്രയാങ്കിളാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ 60 കിട്ടുമെങ്കിൽ നമുക്ക് ആംഗിൾ എയും ആംഗിൾ ബിയും എത്രയായിരിക്കും, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പറയുന്നത് ഈ 60ൻ്റെ പകുതി ആയിരിക്കുമല്ലോ. അതെത്രയാണ്, 30 ഡിഗ്രി. അതായത് ഇവിടെയും 30 ഇവിടെയും 30. ഈ മൈനസ് ചെയ്ത് കിട്ടുന്ന 60നെ പകുതിയാക്കി നമ്മൾ ഈ രണ്ട് ആംഗിളിന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ആംഗിൾ എയും ബിയും കണ്ടുപിടിക്കാനാണ്, അതർ ടു ആംഗിൾസ്. അപ്പോൾ അതർ ടു ആംഗിൾസ് എത്രയാണ്, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആൻഡ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇതാണ് നമ്മുടെ ആൻസർ.